ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു സി എസ് വി ഫയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ സെപ്പറേറ്റഡ് വാല്യൂസ്. അത് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതൊരു CSV ഫയലാണ്. അപ്പോൾ ഈ CSV ഫയലിൻ്റെ പ്രത്യേകത നോക്കി, ഒരു ഹെഡറുണ്ട്, യൂസർ നെയിം, അടുത്ത ഹെഡർ ഐഡൻറ്റിഫയർ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം. അതിനകത്ത് യൂസർ നെയിമിന് കറസ്പോണ്ടിങ് കുറേ യൂസർ നെയിംസ് ഉണ്ട്. ഐഡൻറ്റിഫയറിന് കറസ്പോണ്ടിങ് റെഡിൽ കുറേ വാല്യൂസ് നിങ്ങൾ കാണുന്നുണ്ടാവും. പിന്നെ ഓരോ ആൾക്കാരുടെ ഫസ്റ്റ് നെയിം ഉണ്ടാവും, ലാസ്റ്റ് നെയിം ഉണ്ടാവും. ഇതിന് CSV എന്ന് പറയാൻ കാരണം ഇത് കോമ സെപ്പറേറ്റഡ് വാല്യൂ ഫോർമാറ്റിലാണ്. എന്ന് വെച്ചാൽ കോമ ഉപയോഗിച്ച് നമ്മൾ ഓരോ വാല്യൂസിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു CSV ഫയലിന് നമ്മൾ റീഡ് ചെയ്തിട്ട് നമുക്ക് എന്താ വേണ്ട, നമ്മുടെ പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീഡ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ കോളത്തിലുള്ള എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് യൂസർ നെയിം മാത്രം ആ ഫയലിലുള്ള ഒരു പെർട്ടിക്കുലർ കോളത്തിലുള്ള വാല്യൂ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഈ CSV എന്ന് പറയുന്ന മൊഡ്യൂളിൽ നമ്മുടെ പ്രോഗ്രാമിലോട്ട് ഇമ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന കമാൻഡാണ് ഇമ്പോർട്ട് CSV. ഇനി നമ്മൾ ഏത് ഫയലാണ് ഓപ്പൺ ചെയ്ത് റീഡ് ചെയ്യാൻ പോകുന്നത്? യൂസർ നെയിമിലോട്ട് CSV എന്ന് പറയുന്ന ഫയലാണ്. അപ്പോൾ ഞാൻ ആ ഫയൽ റീഡ് മോഡിൽ അതിനെ ഓപ്പൺ ചെയ്യും. ഓക്കെ, അതിന് ഞാൻ വിത്ത് ഫംഗ്ഷൻ ഉപയോഗിച്ചു. ഓപ്പൺ സിസ്റ്റം കോൾ ഉപയോഗിച്ചിട്ട് ഓപ്പൺ സിസ്റ്റം കോളിൽ നിങ്ങളിവിടെ ഫയൽ നെയിം ഡയറക്റ്റായിട്ട് കൊടുക്കാം. ഡബിൾ കോഡ്സ് ഇട്ടിട്ട് യൂസർ നെയിം ഡോട്ട് CSV എന്ന് ഇവിടെ വേണേൽ ഡയറക്റ്റായിട്ട് കൊടുക്കാം. എന്നിട്ട് റീഡ് റീഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആറെന്ന് മാത്രം എഴുതി കൊടുത്താലും മതി. എന്നിട്ട് ആസ് ഫയൽ ഒരു ഫയൽ ആയിട്ട് നമ്മളതിനെ കീപ്പ് ചെയ്തിട്ട് CSV ഡോട്ട് റീഡർ എന്ന് പറയുന്നൊരു ഫംഗ്ഷനുണ്ട് ഈ CSV മൊഡ്യൂളിനകത്ത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഓപ്പൺ ചെയ്ത ഫയലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റീഡ് ചെയ്തിട്ട് അതിനകത്ത് ഓരോ ലൈനും നമ്മൾ എടുക്കുന്നു. ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോ ലൈനും എടുത്തു. എന്നിട്ട് ലൈൻ ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഫസ്റ്റ് കോളം ആയിരിക്കും വരുന്നത്. ലൈൻ ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് കോളം ആയിരിക്കും. ഇപ്പോൾ ഞാനിവിടെ പ്രിൻറ്റ് ലൈൻ ഓഫ് 1 എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴുള്ള റിസൾട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ ഞാനിവിടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുകയാണ്. സോ എനിക്ക് കിട്ടിയേക്കുന്നത് രണ്ടാമത്തെ കോളമാണ്. ഓക്കെ, എനിക്ക് മൂന്നാമത്തെ കോളം വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നാമത്തെ കോളം എന്തുവായിരുന്നു നെയിമായിരുന്നു, അത് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ എന്ത് കൊടുത്താൽ മതി, ഇവിടെ 0 കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ഞാൻ അതിനെ സേവ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യണം, വീണ്ടും പ്രോഗ്രാം വന്നിട്ട് ഇവിടെ എക്സിക്യൂട്ട് ചെയ്താൽ മതി. അപ്പം യൂസർ നെയിം എന്ന് പറയുന്ന കോളത്തിലുള്ള വാല്യൂസാണ് വരുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ പ്രോഗ്രാം.